സഞ്ജുവിനെ പോലെ അവഗണന നേരിട്ട ഒരു താരം പോലും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ നിന്നല്ല, വേൾഡ് ക്രിക്കറ്റ് ടീമാണ് ഏത് രാജ്യം എടുത്തു കഴിഞ്ഞാലും ഇത്രയും അവഗണന നേരിട്ട ഒരു താരത്തെ പോലും നമ്മൾക്ക് മഷിയിട്ട് നോക്കിയാൽ കാണാൻ കഴിയില്ല. സഞ്ജു എങ്ങനെയാണ് ഇത് തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതെന്നറിയില്ല. സഞ്ജുവിൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിലും ഡിപ്രഷനായി മാനസികമായി തകർന്ന് ഭ്രാന്തായി പോകാനുള്ള എല്ലാ സാധ്യതയുണ്ടായിരുന്നു. ഒരു സഞ്ജു എങ്ങനെ പിടിച്ചു നിൽക്കുന്നത് മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ ജയ്ജു പെരുമ്പള്ളി, ഫിനിക്സ് ഫ്രണ്ട്സ് എൻ്റർടൈൻമെൻറ്റിലോട്ട് ഏവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഏതൊരു ടീമും, നമ്മുടെ ഇന്ത്യൻ ടീമിൻ്റെ ഏതൊരു സീരീസും ഏതൊരു മാച്ചും വരുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ആഗ്രഹിക്കുന്ന, കേരളത്തിൽ നമ്മൾ മലയാളി എന്ന രീതിക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സഞ്ജു സാംസൺ ടീമിലുണ്ടാവണം എന്നാണ്. പക്ഷേ ഒരിക്കൽ പോലും അർഹതയില്ലാത്തവരെ ഇന്ത്യൻ ടീമിലോട്ട് തള്ളിക്കയറ്റി അവർ ആൾക്കാരെ എണ്ണം തയ്ക്കുമ്പോൾ സഞ്ജുവിനെ പോലെ അർഹതയുള്ളൊരു താരത്തിനെ മാറ്റി നിർത്തുന്ന എന്തെങ്കിലും ഒരു സാധ്യതയിലൂടെ അവർ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നു. അതിലേറ്റവും മെയിൻ ആളാണ് നമ്മുടെ അജിത് അഗാർക്കറാണ് ഇതിൻ്റെ മെയിൻ കാരണം. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഗൗതം ഗംഭീർ പോലും ഇപ്പം കൈയൊഴിഞ്ഞു എന്നുള്ള അവസ്ഥയിലാണ്. കാരണം ഇന്ത്യൻ ടീമിൻ്റെ നമുക്ക് അത് മനസ്സിലാവും. ഇന്ത്യൻ ടീമിൽ സഞ്ജു ആദ്യം 2020 നല്ല പ്രകടനം കാഴ്ചവെച്ചത്. എന്നിട്ട് സഞ്ജുവിന് അവസരം കൊടുത്തതാകട്ടെ ഏകദിന സീരീസിലായിരുന്നു. സഞ്ജു കളിക്കൂല എന്നുള്ള തോന്നലിലാണ് സഞ്ജുവിന് അവസരം കൊടുത്തത്. പക്ഷേ അവരുടെയൊക്കെ വിചാരത്തെ മറികടന്ന് സഞ്ജു നല്ല പെർഫോമൻസ് കാണിച്ച് 50ക്ക് മേളിൽ ആവറേജോടെ ആണ് സഞ്ജു ബാറ്റ് വീശിയത്. അവസാനം കളിച്ച ഏകദിനത്തിലാണ് സെഞ്ചുറി അടിച്ചു. എങ്ങനെയാണ് സഞ്ജുവിനെ പുറത്തിരുത്താൻ ഇവർക്ക് സാധിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതിനുശേഷം സഞ്ജുവിനെ വേഗം ഏകദിനത്തിൽ നിന്ന് മാറ്റി 2020 2020 സഞ്ജു ഫോം ഔട്ട് ആവട്ടെ എന്ന് വിചാരിച്ചു. അവിടെയും അവരുടെയൊക്കെ വിചാരങ്ങളെ, ആഗ്രഹങ്ങളെ തച്ച് തകർത്ത സഞ്ജു സെഞ്ചുറികൾ അടിച്ചുകൂട്ടി. അവരെങ്ങനെയാണ് സഞ്ജുവിനെ പുറത്താക്കാൻ വേണ്ടി മാത്രമാണ് ടീമിലിട്ടത്. എന്നിട്ടും അവനെ അടുത്ത സീരീസ് വരുമ്പം എങ്ങനെയാണ് പുറത്താക്കേണ്ടതെന്നുള്ള ആലോചനയിലായിരുന്നു. അങ്ങനെയാണല്ലോ അജിത് അഗാർക്കർ പറഞ്ഞത് ശുഭ്മാൻ ഗില്ലിന് പകരമാണ്. ശുഭ്മാൻ ഗില്ലിന് പരിക്ക് പറ്റി പുറത്തു പോയപ്പോഴല്ല ശുഭ്മാൻ ഗില്ലിന് പകരം സഞ്ജു വന്നത്. കാരണം ശുഭ്മാൻ ഗില്ല് ഫോം ഔട്ട് ആയപ്പോഴാണ് സഞ്ജു ആ സ്ഥാനത്തോട്ട് കയറി വന്നത്. അജിത് അഗാർക്കർ പറഞ്ഞു. എന്നിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ എന്തൊക്കെയാണ് അയാൾ എന്ത് വിടവായത്തരമാണ് പറഞ്ഞത്. അഗാർക്കറിന് എല്ലാവരും സപ്പോർട്ട് ചെയ്ത പോലെയൊന്നും ഒരാളെയും മറ്റുള്ളവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവില്ല. അഗാർക്കറൊക്കെ ഫോം ഔട്ടായിട്ട് നിന്നപ്പം പോലും അഗാർക്കറിന് അവസരം കിട്ടിയിട്ടുണ്ട്. എന്നിട്ടാണ് അഗാർക്കറിനെ പോലെ ഒരാൾ ഇപ്പം ഇങ്ങനെ വന്നു കഴിയുമ്പം ഓരോരുത്തർക്ക് വേണ്ടി, ഓരോ രാഷ്ട്രീയത്തിന് വേണ്ടി, എന്താണ് ഇയാളൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന് മനസ്സിലാവുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിനെ നശിപ്പിക്കുകയാണോ ചെയ്യുന്നത്? അങ്ങനെ ഇന്ത്യൻ പാൽക്കുപ്പി സുഷ്മാൻ ഗില്ല് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പം അതിന് പകരം സഞ്ജുവിനെ എടുത്ത് പുറത്ത് കളയാൻ കഴിയാലാത്തതുകൊണ്ട് അവനെ മധ്യനിരയിലോട്ട് ഒളിപ്പിച്ചു. അത് ഉറപ്പാണ്. കാരണം സഞ്ജുവിനെ ഓപ്പൺ സ്ഥാനത്ത് മാറ്റി മധ്യനിരയിലോട്ട് കളിപ്പിച്ച് കഴിഞ്ഞാൽ സഞ്ജു കളിക്കില്ല എന്ന് അവർക്കറിയാം. മധ്യനിരയിൽ 1 2 3 അവസരം കൊടുത്തു, അവൻ കളിച്ചില്ല, അവനെടുത്ത് പുറത്തിട്ടു. ഇനി നേരെ ടീമിൽ നിന്ന് പുറത്തിടാൻ വേണ്ടി തന്നെയാണ്. ഇപ്പം ടീമിലുണ്ട് എന്നല്ലാണ്ട് ടീമിൽ നേരെ പുറത്ത് കളയാൻ വേണ്ടിയിട്ടുള്ള പരിപാടി തന്നെയാണ് ഇവർ ആവിഷ്കരിച്ചിരിക്കുന്നത്. 2020 ടീമിൽ നിന്ന് പുറത്തു പോകും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയോ, ഇന്ത്യൻ ഇന്ത്യൻ ടീമിൽ അവസരം ലഭിച്ചില്ലെങ്കിൽ പോട്ടെ, ഇന്ത്യൻ ടീമെങ്കിലും അവസരം ലഭിക്കണ്ടേ? സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നടന്ന ടീമിൽ സഞ്ജുവിന് അവസരം ലഭിച്ചില്ല. പകരം ആരൊക്കെയാണ് ടീമിൽ വന്നത് നമ്മൾ കണ്ടതല്ലേ? അഭിഷേക് ശർമ്മ, ഋതുരാജ് ഗേക്വാദ്, തിലക് വർമ്മ, റിയാൻ പരാഗ്, ഇഷാൻ കിഷാൻ, ഇങ്ങനെയുള്ള താരങ്ങളെയാണ് അവർ ടീമിലിട്ടത്. അപ്പോൾ ടീമിൽ പോലും അവസരം ലഭിക്കാതിരിക്കാനും മാത്രം എന്ത് ക്രൂരതയാണ് സഞ്ജു ചെയ്ത്? അവൻ അത്രയ്ക്ക് കഴിവില്ലേ? കാരണം ടീമിൽ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ നല്ല പ്രകടനം കാഴ്ചവെച്ചാൽ സീനിയർ ടീമിൽ ഇടണമെന്ന് ആർക്കറിയാം. അപ്പം ടീമിലും കൂടി ഇടാണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഇത്രയ്ക്ക് ഇവർക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നു? ഇത്രയ്ക്ക് പക്ഷപാതപരമായിട്ട് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നു? ആൾക്കാരൊക്കെ കാണുന്നു, ശ്രദ്ധിക്കുന്നു, അങ്ങനത്തെ ചിന്ത വരില്ല ഇവർക്ക്. സഞ്ജുവിനെ ഇങ്ങനെ ഒഴിവാക്കി വിടുന്നു? നല്ല പ്രകടനം കാഴ്ച വെക്കുന്നവരെ ടീമിലിടുമല്ലേ, അതല്ലേ ചെയ്യേണ്ടത്? ഇവർ ഒരു അജണ്ടയാണ്. സഞ്ജുവിനെ ഒഴിവാക്കി നിർത്തണം എന്നുള്ള ഒരു അജണ്ടയോട് കൂടി തന്നെയാണ് ഇവർ ഇതൊക്കെ ചെയ്യുന്നത്. ഇത് മാത്രമല്ല, ഞാൻ ഇതിനകത്ത് വേറൊരു കാര്യവും കൂടെ ഞാൻ പറയാം. സഞ്ജുവിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് നമ്മുടെ രാജസ്ഥാൻ റോയൽസ് ആണ്. രാജസ്ഥാൻ റോയൽസിൽ എത്ര പേരാണെന്നറിയാം ഇന്ത്യൻ ടീമിൽ കളിക്കുന്നത്? നമ്മുടെ ജയ്ഷാൽ, റിയാൻ പരാഗ്, ധ്രുവ്, സഞ്ജു, ഇങ്ങനെ കുറേ പേര് അവിടുന്ന് കളിക്കുന്നുണ്ട്. അവർക്ക് അത്ര സപ്പോർട്ടും ഉണ്ട്. സഞ്ജു ഇപ്പം ശരിക്കും പറഞ്ഞാൽ രാജസ്ഥാനിൽ നിന്ന് ചെന്നൈയിലോട്ട് വന്നത് ഭയങ്കര പ്രശ്നമാണ്. സഞ്ജുവിന് ഇനി ഇന്ത്യൻ ടീമിൽ പടിവാതിൽ അവർ കാണിക്കില്ല. അപ്പോൾ ഇനി നമ്മുടെ ആകെ പ്രതീക്ഷ എന്ന് വെച്ചാൽ 2020 സീരീസിലാണ് 5 2020 വരുന്നുണ്ട്. ഗില്ലിന് പരിക്കാണ്. ഗില്ലിൻ്റെ ആ ഭാവത്തിൽ ആ സ്ഥാനത്ത് സഞ്ജു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്.
കാരണം എനിക്ക് തോന്നുന്നില്ല. കാരണം ഏകദിന സീരീസിൽ നമ്മുടെ ജയ്ഷാലോ ഋതുരാജ് ഗെയ്ക്വാദോ ഫോമൊക്കെ ആയി കഴിഞ്ഞാൽ ആ പേരും പറഞ്ഞ് 2020 അവരിൽ ആരെങ്കിലും അല്ലെങ്കിൽ രണ്ടുപേരും, ജയ്ഷാൽ ഓൾറെഡി ഉണ്ട്, അപ്പോൾ ചിലപ്പം ഋതുരാജിനെയും കൂടെ ഇട്ട് അവർ ടീം ഫില്ലാക്കും. അന്നേരം സഞ്ജുവിനെ പുറത്തിരുത്താനുള്ള ഒരു അവസരം എന്ന രീതിയിൽ അവരത് ഉപയോഗിക്കുകയും ചെയ്യും. അങ്ങനെ ആവാനുള്ള സാധ്യത, അങ്ങനെയൊന്നും ആവാതിരിക്കട്ടെ. ഇന്ത്യയുടെ മെയിൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ 2020 സഞ്ജു ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥന ആഗ്രഹത്തോടെ ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, അല്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കണം. ബൈ.